നീലിമ, വലിയ രീതിയിലുള്ള നീക്കങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയെ, അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സ്വതന്ത്രമായ ഗതിയെ മുൻവിധിയോടെ സമീപിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ലക്ഷ്യത്തോടെ തകർക്കാൻ ശ്രമിക്കുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ളവരെ പോലും അറസ്റ്റ് ചെയ്യാനൊക്കെ അനുവാദം നൽകുന്ന ഒരു നിയമമാണത്. അത് ദേശീയ സുരക്ഷാ നിയമം എന്നൊക്കെ പറയുമ്പോൾ അതിശക്തമായ നിയമ നടപടിയുടെ ഭാഗമാണ്. നമുക്കറിയാവുന്നതാണ്, പലതവണ നമ്മൾ ഈ കാപ്പ ആക്റ്റൊക്കെ, കാപ്പ ആക്റ്റും ഇതും ഒന്നാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഈ കാപ്പ ആക്റ്റും അതുപോലുള്ള ആക്റ്റുകൾ, അതായത് കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്റ്റൊക്കെ ഉള്ളതുപോലെ കരുതൽ തടങ്കലിൽ വെക്കാനും 12 മാസത്തോളം കരുതൽ തടങ്കൽ, അതിന് ചില ജുഡീഷ്യൽ പ്രോസസ്സൊക്കെ ഉണ്ട്, അതിന് ക്വസി ജുഡീഷ്യൽ പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അത് കളക്ടറെ പോലുള്ള സംവിധാനങ്ങൾ, അത് നിരീക്ഷിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്ത് തന്നെയായാലും അത് കലാപം നിയന്ത്രിക്കുന്നതിനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നവരെ കൃത്യമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും അവരെ കൃത്യമായി നിയന്ത്രിക്കാനുമുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായുള്ളൊരു നടപടി മാത്രമാണത്. ആ നടപടി കൃത്യമായി അത് നോട്ടിഫൈ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ കൂടി കർശനമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ആക്രമിക്കുന്നത് ഇന്നലെ രാത്രി വൈകിട്ടൊക്കെയാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ. അത് ഏതാണ്ട് 11:30 ആയി കാണും, ഇന്നലെ 10:30 ആയി കാണും ഇന്നലെ ബഹളം ഉണ്ടാകുമ്പോൾ. എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തു, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ, അത് കരുതലോടെ ഇരിക്കണം എന്ന നിർദ്ദേശമൊക്കെ ഡെസ്കിൽ നിന്ന് പല സ്റ്റാഫിനും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ഇതുപോലുള്ള നിയമങ്ങൾ, ദേശീയ സുരക്ഷാ നിയമത്തിൻ്റെ പരിധിയിലുള്ള ഇടപെടലൊക്കെ കൃത്യമായി വേണ്ടിവരും. അത് നടപ്പാക്കുന്നു. അതൊരു ലോ ആൻഡ് ഓർഡർ മാറ്റർ കൂടിയാണ്. മറ്റൊരു പ്രധാന വിഷയം എനിക്കിതിൽ അതീവ ഗൗരവമായി തോന്നുന്നത്, ഇന്ന് പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. ആ ട്വീറ്റിൽ പ്രധാനമന്ത്രി കൃത്യമായി പറയുന്നത് 4 സംസ്ഥാനങ്ങളിൽ, അതായത് ബോംബെ ഹൈക്കോടതി, കൽക്കട്ട ഹൈക്കോടതി, മധ്യപ്രദേശിലെ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി, ഈ 4 ഹൈക്കോടതികളുടെ പരിധിയിലുള്ള മേഖലകളിലും പ്രത്യേക കോടതികൾ നിയോഗിക്കാൻ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയുള്ള നിർദ്ദേശം, അതിവേഗ കോടതികൾ, പ്രത്യേക അതിവേഗ കോടതി, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ നിയോഗിക്കാം. മാത്രമല്ല, നേരത്തെ, അതായത് 2024, ഞാൻ ആ ഡേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 21/6/2024 മുതൽ ഈ രാജ്യത്ത് ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമം നിലനിൽക്കുന്നത് പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024 എന്നാണ്. ഇങ്ങനൊരു നിയമം നാട്ടിലുണ്ട് 2024 മുതൽ. അതിന് മുൻപ്, അതായത് 2024 മുമ്പ് പല ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കുകളും ചാർജ് ചെയ്തിരിക്കുന്നത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, അത് ഈ IPCയുടെ സെക്ഷൻ, BNSലെ സെക്ഷൻ, ഈ പഴയ IPC സെക്ഷൻ, അതായത് വിശ്വാസവഞ്ചന, അത്തരത്തിലുള്ള സെക്ഷനുകളിട്ടായിരുന്നു. പക്ഷേ ഈ നിയമം, അതായത് പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് എന്ന് പറയുന്ന നിയമം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള അതിൻ്റെ വിശ്വാസം തകർക്കുന്ന നീക്കങ്ങൾ നടത്തിയാൽ അതിനെ 10 ലക്ഷം രൂപ വരെ പിഴയും 5 ലക്ഷം ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന അത്രയും കണിശമായൊരു നിയമം ഈ നാട്ടിലുണ്ട്. ആ നിയമപ്രകാരം വിചാരണ ചെയ്യുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ നിയോഗിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൃത്യമായും അത് ഗവൺമെൻറ് അതോറിറ്റീസ് കൃത്യമായും നിയമ മന്ത്രാലയത്തെ അറിയിച്ച് ഹൈക്കോടതി വഴി കൃത്യമായി ഈ നടപടികൾക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. ഇത് UPSC, SSC, RRB, ബാങ്കിങ്, റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടത്, NTA, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ സംവിധാനങ്ങളും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഈ നിയമം ഉണ്ടാക്കിയത് 24-ലാണല്ലോ. ആരുണ്ടാക്കിയെന്ന് പറയേണ്ടതില്ലല്ലോ, ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായെന്ന് പറയേണ്ടതില്ല. അതുപോലെ തന്നെ ഇത് അത്തരത്തിൽ നിയമ നടപടികൾ കർശനമായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിച്ച് കർശനമായ നിയമ നടപടികൾ കൾപ്രിറ്റ്സിനെ നേരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടെ തന്നെ ഇനിയാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശം, കുറേ കൂടി അതിൻ്റെ കളക്റ്റീവായ രാഷ്ട്രീയം. പക്ഷേ ഈ കളക്റ്റീവ് എന്ന വാക്ക് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്, ഭാരത് ബെഞ്ച് എന്ന് പറയുന്ന ഈ നിയമങ്ങളൊക്കെ നിയമപരമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആ സംവിധാനത്തിൽ ഈ CJPയെ വിശേഷിപ്പിച്ചത് സെറ്റേറിക്കൽ കളക്റ്റീവ്, ആക്ഷേപഹാസ്യ കൂട്ടായ്മ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അത് സത്യം തന്നെയാണ്. തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സ്വഭാവം വേറെയാണ്. പക്ഷേ ഇത്തരത്തിൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു നിയമ സംവിധാനങ്ങളുടെ പരിധിയിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇനിയാണ് രാഷ്ട്രീയം പറയേണ്ടത്. നീതി നിഷേധം നിയമലംഘനമാകാതിരിക്കുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയം ഉണ്ടാകുന്നത്. നീതി നിഷേധിക്കപ്പെടുന്നു, അത് നിയമത്തിൻ്റെ മുന്നിൽ ഒരു കുറ്റകരമായ പ്രശ്നമോ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവന് നീതി ലഭിക്കുന്നതിനോ സംവിധാനമില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണത്തെയാണ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായി കണക്കാക്കുന്നത്. ഇതിലേത് രാഷ്ട്രീയമാണ് ഇനി വേണ്ടത്? കൃത്യമായ നിയമം 2024 നിലനിൽക്കുന്നു, അത് നോട്ടിഫൈ ചെയ്യാനുള്ള നടപടി ചെയ്യുന്നു, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നു. ഈ നടപടി തന്നെയാണ് ഇനിയിപ്പോൾ ഇതൊരു സമരമായി, ഒരു പ്രതിഷേധമായും ജനകീയ മുന്നേറ്റമായും കണക്കാക്കുകയാണെങ്കിൽ, അതിൻ്റെ രാഷ്ട്രീയം കളക്റ്റീവായൊരു സംവിധാനത്തിൻ്റെ രാഷ്ട്രീയമായി കണക്കാക്കുകയാണെങ്കിൽ തന്നെ നടപടി ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താണ് ഈ സമരത്തിന്റെ പ്രസക്തി? അത് മാത്രമല്ല, ഇന്ന് ഈ CBI വളരെ കൃത്യമായി ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാൻ വയ്യ. പാർലമെന്റിൽ ഇത് ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് പ്രതിപക്ഷത്തെ അറിയിക്കുന്നുണ്ട്.
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്തെല്ലാം വളരെ കൃത്യമായി സർക്കാർ അതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. പക്ഷേ ചർച്ചയ്ക്ക് പ്രതിപക്ഷം വഴങ്ങാത്തൊരു സാഹചര്യമുണ്ട്. അല്പസമയം മുമ്പാണ് നിർമ്മലാ സീതാരാമൻ ഈ വിഷയം വീണ്ടും പറഞ്ഞത്. പ്രധാനമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ചർച്ചയിലേക്ക്, പൊതുവായ ഒരു ചർച്ചയിലേക്ക് പ്രതിപക്ഷം വരണം. അതിലെ മറ്റൊരു ഉത്തരം കൂടി അതിലുണ്ട്. അതായത് ഇന്നലെ JP നദ്ദയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായും പല ജമ്മു കാശ്മീരിൽ അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇത് ഉണ്ടായിട്ട് എന്തുകൊണ്ട് സെലക്റ്റീവ് ആകുന്നു രാഹുൽ ഗാന്ധി എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഉത്തരം, രാഷ്ട്രീയത്തിന്റെ ഉത്തരം. മാത്രവുമല്ല ഈ CJPക്ക് എല്ലാവിധ പിന്തുണ, ഗൗതം CJPക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ആം ആദ്മി പാർട്ടിയാണ് ആ തുടക്കത്തിലൊക്കെ. അവിടെ പഞ്ചാബിൽ എന്താണ് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അവിടെ നടക്കുന്ന അഴിമതി അത് യഥാർത്ഥത്തിൽ കൃത്യമായ അഴിമതി തന്നെയാണ് നടന്നിട്ടുള്ളത്. ആ അഴിമതിയെക്കുറിച്ച് അന്വേഷണമില്ല. അതിൽ പ്രതിഷേധിക്കുന്നവരെ അതിഭീകരമായി ലാത്തിചാർജ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഒരു ഉദ്യോഗാർത്ഥി മരിക്കുക പോലും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി ഉണ്ടാകുകയാണ്. രാഷ്ട്രീയമായി ഈ അവസരം മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതിന്റെ ഒരു കാര്യം കൂടി നമ്മുടെ മുന്നിലേക്കൊന്ന് വരേണ്ടത്.